ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ നോക്കുന്നത് നമ്മൾ പ്ലംബിങ്ങിന് ഉപയോഗിക്കുന്ന ഫിറ്റിങ്സ് കാര്യങ്ങൾ ഏതൊക്കെയാണെന്നും അതൊക്കെ എന്തൊക്കെയാണ് ഉപയോഗിക്കേണ്ടതെന്നും സാഡിൽസ് കാര്യങ്ങളൊക്കെ എങ്ങനെ ഉപയോഗിക്കണം, ഏതിൻ്റെയാണ് നമ്മൾ വാങ്ങിക്കേണ്ടതെന്ന ഡീറ്റെയിൽസ് വീഡിയോയാണ് നമ്മൾ ഇന്ന് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. നിങ്ങൾ കാണുന്ന പോലെ തന്നെ എല്ലാം തന്നെ വേണ്ട സാഡിൽസ്, അതായത് പൈപ്പ് ഭിത്തിയിൽ ഉറപ്പിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന സാഡിൽസാണ്. ഇതെല്ലാം തന്നെ സ്റ്റെയിൻലെസ് സ്റ്റീലാണ് നമ്മൾ ഉപയോഗിക്കേണ്ടത്. ഏറ്റവും നല്ലത് അതുകൊണ്ട് ഭിത്തിയിൽ നമ്മൾ പൈപ്പ് വെച്ചതിന് ശേഷം ഇതുപോലെ ക്ലാമ്പ് വെച്ചിട്ട്, അതായത് ഈ സാഡിൽ വെച്ചിട്ട് കറക്റ്റ് ചെയ്ത് ആണി വെച്ചോ സ്ക്രൂ വെച്ചോ ഫിഷറോ സ്ക്രൂ വെച്ചോ നമുക്ക് ടൈറ്റ് ചെയ്യാം. അപ്പോൾ അത് നമ്മൾ കൂടുതൽ ഉപയോഗിക്കേണ്ടത് സ്റ്റെയിൻലെസ് സ്റ്റീൽ ഉപയോഗിക്കുകയാണെങ്കിൽ ഒരു കാരണവശാലും തുരുമ്പ് കാര്യങ്ങളൊന്നും ഒരിക്കലും പിടിക്കില്ല. അതല്ലെങ്കിൽ നമ്മൾ സ്റ്റെയിൻലെസ് സ്റ്റീൽ അല്ല നമ്മൾ ഉപയോഗിക്കുന്നതെങ്കിൽ ഒരു കുറച്ച് വർഷങ്ങൾ കഴിയുന്ന സമയത്ത് അത് തുരുമ്പ് പിടിച്ച് ഒടിഞ്ഞു പോകാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പോൾ ഇപ്പോൾ വരുന്ന എല്ലാം തന്നെ അത്യാവശ്യം സ്റ്റെയിൻലെസ് സ്റ്റീലാണ് വരുന്നത്. സ്റ്റീലിൻ്റെ നമ്മൾ ഉപയോഗിക്കുകയാണെങ്കിൽ ഒരിക്കലും തുരുമ്പ് പിടിക്കാത്ത സ്റ്റേജിൽ കാലങ്ങളോളം നമുക്ക് എന്നും സ്ട്രോങ് ആയിട്ട് നിൽക്കും. പിന്നെ അതുപോലെ തന്നെ നമുക്ക് മെറ്റീരിയൽസും കാര്യങ്ങളൊക്കെ അങ്ങനെയൊക്കെ തന്നെയാണ്. ഈ പറഞ്ഞ ലെവലിൽ നമുക്ക് പല രീതിയിലുള്ള മെറ്റീരിയൽസ് നമുക്ക് അവൈലബിൾ ആണ്. അതായത് ഗേജ് വരുന്ന രീതിയിൽ പല മെറ്റീരിയൽസ് നമ്മൾ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഇതിപ്പോൾ റെഡ്യൂസറാണ് വരുന്നത്. 1.5ക്ക് 1 റെഡ്യൂസറാണ് വരുന്നത്. ഈ റെഡ്യൂസർ നമുക്ക് അതിൻ്റെ കറക്റ്റായിട്ട് മാർക്ക് ചെയ്തിട്ടുണ്ട് 50 × 32 mm എന്ന് മാർക്ക് ചെയ്തിട്ടുണ്ട്. ആ 50 എന്ന് ഉദ്ദേശിച്ച് 1.5 ഇഞ്ചിൽ നിന്നും 1 ഇഞ്ചായിട്ട് കൺവേർട്ട് ചെയ്ത് റെഡ്യൂസ് ചെയ്തെടുക്കുന്ന റെഡ്യൂസറാണ് വരുന്നത്. ഇതിൻ്റെ തന്നെ ബുഷ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യത്തിലേ ഉള്ളൂ, നമ്മൾ വാങ്ങിക്കുന്ന ഉൽപ്പന്നങ്ങളെല്ലാം തന്നെ പല ടൈപ്പ് നമുക്ക് കിട്ടുന്നുണ്ട്. ക്വാളിറ്റി അനുസരിച്ചിട്ട് ഫസ്റ്റ് ക്വാളിറ്റി, സെക്കൻഡ് ക്വാളിറ്റി, തേർഡ് ക്വാളിറ്റി, അങ്ങനെ ഓരോന്നും നമുക്ക് കിട്ടുന്നത്. ഇതാണ് അതിൻ്റെ ബുഷ് വരുന്നത്. നേരത്തെ നമ്മൾ പറഞ്ഞു റെഡ്യൂസർ, ഇത് ബുഷ്. അതായത് ഒന്ന് ഫിറ്റിങ്സിൻ്റെ അകത്തേക്ക് കയറിയിരിക്കുന്നത്, ഒന്ന് നമുക്ക് പ്രൊജക്ഷൻ ചെയ്യുന്ന രീതിയിൽ. ഇത് നമുക്ക് ഫിറ്റിങ്സിൻ്റെ അകത്തേക്കാണ് കയറിയിരിക്കുന്നത്. അതിന് വേണ്ടിയിട്ടാണ് ബുഷ് ഉപയോഗിക്കുന്നത്. ചില ഏരിയകളിൽ നമുക്ക് ഫിറ്റിങ്സ് പ്രൊജക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ മറ്റ് ഫിറ്റിങ്സുകളിൽ ഗ്യാപ്പ് കാര്യങ്ങൾ ഉണ്ടാവില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ബുഷ് ഉപയോഗിക്കുന്നത്. ഇത് ബുഷാണ് വരുന്നത്. മറ്റേത് പറഞ്ഞ് റെഡ്യൂസർ. അത് നമുക്ക് പുറത്ത് ഗ്യാപ്പ് ഉണ്ടെങ്കിൽ ആ ഗ്യാപ്പ് ഇട്ട് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കൂടുതൽ യൂസ് ചെയ്യുന്നത്. പിന്നെ നമ്മൾ എൻഡ് ഗ്യാപ്പ് കാര്യങ്ങളൊക്കെ ഉപയോഗിക്കുന്നുണ്ട്. എൻഡ് ഗ്യാപ്പ് ഇത് 1.5 ഇഞ്ചിൻ്റെ എൻഡ് ഗ്യാപ്പാണ്. അതായത് 50 mm ഏറ്റവും എൻഡായിട്ട് ഉപയോഗിക്കുന്ന എൻഡ് ഗ്യാപ്പാണ്. എന്തെങ്കിലും അത്യാവശ്യം വരുന്ന സമയത്ത് വാട്ടർ കണക്ഷനോ ഒക്കെ നമ്മൾ എൻഡ് ചെയ്ത് വെക്കും, പിന്നീട് നമുക്ക് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട്. ഇത് വരുന്നത് 63 mm, അതായത് 63 ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ 2 ഇഞ്ചിൻ്റെയാണ് വരുന്നത്. പിന്നെ വരുന്നത് 32 എന്ന് ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ 1 ഇഞ്ചിൻ്റെയാണ് വരുന്നത്. 1 ഇഞ്ച്, 3/4 ഇഞ്ച്, അങ്ങനെ പല ടൈപ്പുകളും വരുന്നുണ്ട്. അപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യത്തിലേ ഉള്ളൂ, നമ്മൾ ഓരോ പ്രോഡക്റ്റ്സ് നമ്മൾ സെലക്ട് ചെയ്യുന്ന സമയത്തും അതിൻ്റെ ഗേജ് കാര്യങ്ങൾ കറക്റ്റായിട്ട് അതിൽ മാർക്ക് ചെയ്തിട്ടുണ്ടാവും. നമുക്ക് പല രീതിയിലുള്ള പൈപ്പുകൾ നമ്മൾ ഗേജ് 4 kg, 6 kg, 10 kg ഒക്കെ നമ്മൾ ഉപയോഗിക്കുന്ന പോലെ തന്നെ, അതായത് നമ്മൾ ഫിറ്റിങ്സിലും ഗേജ് ഉണ്ട്. അതായത് ഫിറ്റിങ്സിൻ്റെ ഗേജ് അനുസരിച്ചിട്ടാണ് അതിൻ്റെ ക്വാളിറ്റി വരുന്നത്. വാട്ടർ കണക്ഷനൊക്കെ നമ്മൾ ഉപയോഗിക്കുന്ന സമയത്ത് അത്യാവശ്യം ഗേജ് ഉള്ളത് തന്നെ ഉപയോഗിക്കുകയാണെങ്കിൽ ഏറ്റവും നല്ലത്. അല്ലെങ്കിൽ പ്രഷർ പമ്പ് കാര്യങ്ങളൊക്കെ വെക്കുന്ന സമയത്ത് ഈ പറയുന്ന മണ്ണിൻ്റെ അടിയിലൊക്കെ കിടക്കുന്ന ഫിറ്റിങ്സ് ആണെങ്കിൽ പൊട്ടിപ്പോകാനുള്ള ചാൻസ് കാര്യങ്ങളൊക്കെ കൂടുതലാണ്. അപ്പോൾ അത്യാവശ്യം ക്വാളിറ്റി, മീഡിയം ക്വാളിറ്റി ഉപയോഗിച്ചാലും പ്രശ്നമില്ല. മീഡിയം ക്വാളിറ്റി ആണെങ്കിലും നല്ല ഹൈ ക്വാളിറ്റി ഉപയോഗിച്ചാലും വിഷയമില്ല. അത്യാവശ്യം എമൗണ്ട് മുടക്കാൻ താല്പര്യമുള്ളവരാണെങ്കിൽ തീർച്ചയായിട്ടും നല്ല ഹൈ ക്വാളിറ്റി ഉപയോഗിച്ച് നമുക്ക് ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഗുണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ പ്രഷർ പമ്പ് നമ്മൾ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്, പ്രഷർ പമ്പ് കാര്യങ്ങളൊക്കെ കൊടുക്കുന്ന സമയത്ത് മണ്ണിൻ്റെ അടിയിൽ കിടക്കുന്ന ഫിറ്റിങ്സ് കാര്യങ്ങളൊക്കെ പൊട്ടിപ്പോവാതെ, അതായത് പ്രഷർ വരുന്ന സമയത്ത് പൊട്ടിപ്പോവാതിരിക്കാനായിട്ട് ഹൈ പ്രഷർ വരുന്ന സമയത്ത് പൊട്ടിപ്പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടും കാര്യങ്ങൾക്കൊക്കെ നല്ല ഹൈ ഗേജുള്ള മെറ്റീരിയൽസ് കൊടുക്കുന്നതാണ് നല്ലത്. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞു, ഈ പറഞ്ഞ മെറ്റീരിയൽസ് എല്ലാം തന്നെ ഹൈ ക്വാളിറ്റിയും ലോ ക്വാളിറ്റിയും മീഡിയം ക്വാളിറ്റി എല്ലാം തന്നെ മാർക്കറ്റിൽ നമുക്ക് അവൈലബിൾ ആണ്. ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ റേറ്റിൻ്റെ കാര്യത്തിൽ ഉള്ളൂ. അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്, നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്തേക്കുക, ഷെയർ ചെയ്തേക്കുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രമേ നമുക്ക് ഇതുള്ള ഇൻഫർമേറ്റീവായി വീഡിയോസ് ചെയ്യാനുള്ളൊരു മോട്ടിവേഷൻ ലഭിക്കുള്ളൂ. അപ്പോൾ തീർച്ചയായിട്ടും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. ഓക്കെ ഫ്രണ്ട്സ്, അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഓക്കെ.